M1 iPad Airന്റെ ഡേ ഇൻ ദ ലൈഫ് റിവ്യൂ. M1 iPad Air ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് വർഷമായിട്ടുണ്ട്. അതും ഈ മെയ് 7 ആപ്പിളിന്റെ ഒരു ഇവന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും ഇതിന്റെ അടുത്ത വേർഷൻ വരുന്നതായിരിക്കും. പക്ഷെ എന്നാലും M1 iPad Air എന്ന് പറയുന്ന ഐപാഡ് അത്യാവശ്യം റിഫൈൻഡ് ആയ ഐപാഡ് വേർഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴായാലും എന്റെ ടെക് പ്രോഡക്റ്റ് ലൈനപ്പിനകത്ത് വെച്ച് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് M1 iPad Air എന്ന് പറയുന്നത്. അതും എന്റെ ഒരു ദിവസത്തിനുള്ള ഉപയോഗം നോക്കാൻ നേരത്ത് തന്നെ ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഐപാഡിനകത്ത് കൂടെ തന്നെ ന്യൂസ് വായിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഇമെയിൽസ് അയക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഞാൻ പൊതുവേ 7 മണിക്കൊക്കെ എണീറ്റ് കഴിയാൻ നേരത്ത് ആദ്യത്തെ ഒരു മണിക്കൂർ എന്നുള്ള കാര്യം, അതായത് കോഫിയൊക്കെ ഇട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ എന്നുള്ളൊരു കാര്യം ഈ ഒരു രീതിയിലാണ് പോണത്. അതായത് ഇപ്പൊ ന്യൂസ് വായന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണണം, അതിനൊക്കെ തന്നെ ഇമെയിൽസിന് റിപ്ലൈ കൊടുക്കുന്നതെല്ലാം ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ iPad Air M1-നകത്താണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. 10.9 ഇഞ്ചാണ് ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത്. അതും ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വ്യൂയിങ് ആംഗിൾസ് എടുക്കാൻ നേരത്തും പിന്നെ അതിന്റെ ഒരു ഷാർപ്നെസ്സും ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കാൻ നേരത്ത് തന്നെ 500 nits വരെയാണ് പോണത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീടിനകത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൈറ്റ്നസിനകത്ത് ഇഷ്യൂ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ കളേഴ്സും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ലോണം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതും വീഡിയോ ആണെന്ന കാര്യം പറയാൻ നേരത്ത് തന്നെ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം നോക്കാൻ നേരത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ഒരു മീഡിയ വ്യൂയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ M1 iPad Air. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ ഒന്നും അല്ല. കാരണം വെച്ചാൽ ഈ ഡിസ്പ്ലേക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം സാധാരണ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീറ്റതിന് ശേഷം ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഈ ഐപാഡിനകത്തുള്ള ഒരു ഉപയോഗം കാണും. അതിനുശേഷം ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വർക്കിനകത്തും ഐപാഡ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മാക് മിനിയാണ് ഞാൻ എൻ്റെ മെയിൻ വർക്ക് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ iPad Air M1 ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി വെച്ച് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വർക്ക് ചെയ്യുന്ന നേരത്ത് iPad ഉപയോഗിക്കാറുണ്ട്. അതും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ iPad എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം നോട്ട്സ് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു ബ്രൗസർ എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി iPad Air M1 ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നോക്കാൻ നേരത്ത് ആ ഒരു രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ iPad Air M1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നോക്കാൻ നേരത്ത് എനിക്ക് അത്യാവശ്യം നല്ല ഉപയോഗമുള്ള ഒരു ഡിവൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ M1 iPad Airന് സ്റ്റേജ് മാനേജർ ഉണ്ട്. അത് സ്റ്റേജ് മാനേജർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എക്സ്പീരിയൻസ് കിട്ടത്തില്ലെങ്കിലും, അതായത് ഒരു മാക്കിന്റെ എക്സ്പീരിയൻസ് കിട്ടത്തില്ലെങ്കിലും ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വന്നേക്കുന്നത്. അതും സെക്കൻഡറി ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് അത് വർക്ക് ആവുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊരിക്കലും ഒരു ലാപ്ടോപ്പ് റീപ്ലേസ്മെന്റ് അല്ല. അതായത് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം മാറ്റി വെച്ചിട്ട് iPad Air ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു iPad Pro ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ നല്ലതായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇതിന് പോരായ്മകളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ iPad Air M1 സ്റ്റാർട്ടിംഗ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 64 GB ആയിരുന്നു. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു വേരിയൻ്റ് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ എക്സ്റ്റൻസീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെന്തായാലും എനിക്ക് എൻ്റെ iPad Air ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റ് ഫില്ലിങ്ങോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ആവും. പക്ഷേ ഒരുപാട് സ്റ്റോറേജ് വേണ്ട ടാസ്ക് ചെയ്യേണ്ട സമയം വരാൻ നേരത്ത് ഞാൻ ബേസ് സ്റ്റോറേജ് എടുത്തുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇതിനകത്ത് USB-C ചാർജിങ് പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു USB-C പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഒരു SSD കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു SSD കണക്ട് ചെയ്താലും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും നല്ലതായിട്ടും തോന്നിയിട്ടില്ല. അത് ഈ iPad-നകത്ത് ഉപയോഗിക്കുന്ന പ്രൊസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ M1 ചിപ്സെറ്റ് ആണ്. അപ്പോൾ ആ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പവറിന്റെ കാര്യത്തിനകത്ത് പ്രശ്നമൊന്നുമില്ല, അത് പെർഫോമൻസിന്റെ കാര്യത്തിനകത്ത് പ്രശ്നമൊന്നുമില്ല. നല്ലോണം തന്നെയാണ് പെർഫോമൻസ് ഒക്കെ വന്നേക്കുന്നത്. പിന്നെ 8 GB RAM ഉള്ളതുകൊണ്ടും RAM മാനേജ്മെന്റിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ OS-ന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ കൂടിയൊരു സ്റ്റോറേജിലേക്ക് പോകേണ്ടതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ എടുക്കാൻ നേരത്ത് ഇതിന്റെ പ്രൈസിങ് ഒരുപാട് കൂടിപ്പോകും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OS റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഒരു മാക്ബുക്ക് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ഇതിനകത്ത് നമുക്ക് ഫൈനൽ കട്ട് പ്രോ ഉണ്ട്, അതായത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഫൈനൽ കട്ട് പ്രോ ഉണ്ട്. അതൊരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫുൾ ഓൺ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു മാക്ബുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. എന്നാലും നമുക്ക് ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് പവർ ഉണ്ടെങ്കിലും പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് ആണെങ്കിലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. ചെറിയ എഡിറ്റിങ്ങും ചെറിയ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു പെർഫെക്റ്റ് ഡിവൈസ് തന്നെയാണ് iPad എന്ന് പറയുന്നത്.
ഇതിന്റെ ആക്സസറീസ് നോക്കാൻ നേരത്ത് തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും ഒരു കീബോർഡ് വാങ്ങിക്കേണ്ടി വരും. അപ്പം ആപ്പിളിന്റെ ഒറിജിനൽ കീബോർഡ് അല്ലെങ്കിൽ ഒഫീഷ്യൽ കീബോർഡ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത് ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ നമുക്ക് തേർഡ് പാർട്ടി കീബോർഡ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടി കീബോർഡ് വാങ്ങിച്ച് ഉപയോഗിക്കാം. എന്തായാലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ആക്സസറി എന്ന് പറയുന്നത് ആപ്പിൾ പെൻസിലാണ്. അതും ആപ്പിൾ പെൻസിൽ 2 ആണ് ഇതിനകത്ത് സപ്പോർട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ആപ്പിൾ പെൻസിലും ഈ ഒരു കീബോർഡും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിയിട്ട് ഒരു മാക്ബുക്കിനെ കാട്ടിയും കൂടുതൽ ഒരു പ്രൈസിംഗിലേക്ക് വരും. അതായത് മാക്ബുക്ക് എയറിനെ കാട്ടിയൊക്കെ ഒരുപാട് കൂടിയിരിക്കുന്ന ഒരു പ്രൈസിംഗ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാപ്ടോപ്പ് റീപ്ലേസ്മെന്റ് ആയിട്ട് വാങ്ങിക്കാൻ പോകണമെങ്കിൽ അത് ചെയ്യരുത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ രീതിയിലാണ് എൻ്റെ ഒരു ഉപയോഗം തുടങ്ങിയിരിക്കുന്നത്. അതും ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 11:30 ശേഷം എൻ്റെ വർക്ക് തീർന്നിട്ട് ഇനി എനിക്കൊരു 5 മണിക്ക് ഒരു വീഡിയോ കോൺഫറൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് അത്യാവശ്യം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പുറത്ത് പോയി ലഞ്ച് കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ പോണ സമയത്ത് എനിക്ക് ഐപാഡ് എയർ എടുക്കുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ പോർട്ടബിലിറ്റിയാണ്. അതായത് കൈ കൊണ്ടെടുക്കുന്ന സമയത്ത് തന്നെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ കീബോർഡ് കേസ് ഉപയോഗിക്കാറില്ല, ഫോളിയോ കേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ ബാഗിനകത്ത് വെക്കാൻ നേരത്ത് അല്ലെങ്കിൽ എൻ്റെ ബാക്ക് പാക്കിനകത്ത് വെക്കാൻ നേരത്ത് ഞാൻ അധികം വെയിറ്റ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. അത് ഞാനിവിടെ സ്ക്വയർ 1 എന്നൊരു മോളിലേക്കാണ് വന്നേക്കുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതിന്റെ വെയിറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബാക്ക് പാക്ക് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഷോൾഡർ പെയിനും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അതിനൊക്കെ തന്നെ വെയിറ്റ് നോക്കാൻ നേരത്ത് വൈഫൈ വേരിയന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 461 grams ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ കൈ പിടിച്ച് ഉപയോഗിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫോളിയോ കേസും കൂടെ ആഡ് ചെയ്താലും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഈ ഐപാഡ് ഉപയോഗിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ അതിലൂടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് 5 മണിക്ക്. അപ്പോൾ ആ ഒരു സമയത്തും ഈ ഐപാഡ് വെച്ചൊരു വീഡിയോ കോൺഫറൻസ് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ബെറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഐപാഡ് എയർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഉള്ള സമയത്ത് ഐപാഡ് എയറിന്റെ വേറൊരു ഗുണം നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതൊരു ഇ ബുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു കിൻഡിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം വലിയ ഡിസ്പ്ലേയും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതായത് ഞാൻ ഒരു ഇ റീഡർ ആയിട്ട് തന്നെ ഐപാഡ് എയറിന് ഉപയോഗിക്കാറുണ്ട്. ഐപാഡ് മിനിയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷേ ഐപാഡ് എയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് എല്ലാ കാര്യത്തിലും ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഐപാഡ് എയർ ആണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്യണോ അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിലും അതിനൊരു ബെസ്റ്റ് ഡിവൈസ് ആണ് ഐപാഡ് എയർ M1 എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നോട്ട് ടേക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു ഡിവൈസ് ആണ് ഐപാഡ് എയർ M1 എന്ന് പറയുന്നത്. അതും ഇതിനകത്തുള്ള സപ്പോർട്ട് പെൻസിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ആപ്പിൾ പെൻസിൽ 2 ആണ്. അതായത് നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്ട്രോങ് അഡ്വാൻറ്റേജ് ആണ്. അത് നോട്ട്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഐപാഡ് എയർ M1 തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഐപാഡ് എയർ M1 ഡിസ്പ്ലേക്ക് ഒരു പോരായ്മയുണ്ട്, അല്ലെങ്കിൽ 2 പോരായ്മകൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേക്കകത്ത് ചില സ്ഥലത്തൊക്കെ ഒരു അൺഈവൻ ലൈറ്റിംഗ് കുറച്ച് കളയുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐപാഡ് മാത്രമല്ല എനിക്ക് വന്നിട്ടുള്ളത്, വേറെ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ച വേറെ ഐപാഡ്സിൽ ഞാൻ ശ്രദ്ധിച്ചാണ്. അതായത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ചില പോർഷൻസിനകത്ത് ലൈറ്റിങ്ങിനകത്ത് കുറച്ച് വ്യത്യാസം വരാൻ തുടങ്ങും. അതായത് നമുക്ക് കൈ വെക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊണ്ടോ ആവാം, ആ ഒരു കാര്യം കൊണ്ടാകാം ഇതിന്റെ ഡിസ്പ്ലേക്കകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അത് യൂസർ എക്സ്പീരിയൻസിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണ്, അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും. അതും വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ റീസെയിൽ വാല്യൂ നല്ലോണം കുറയും. അതും ആപ്പിൾ പെൻസിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോഴത്തേക്കും എൻ്റെ മിക്ക ഐപാഡ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആരും നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഐപാഡ് പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല വെയിലുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിനകത്ത് ചെറിയൊരു പ്രശ്നം വരും. അതായത് നമുക്ക് കണ്ടന്റൊക്കെ അത്യാവശ്യം നല്ലോണം കാണാൻ പറ്റുമെങ്കിലും ആ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിട്ടത്തില്ല. കാരണം ബ്രൈറ്റ്നസ് 500 nits വരെയാണ് പോണത്. അത് നമുക്ക് ഇൻഡോർ യൂസിന് നല്ലതാണ്, പക്ഷെ ഔട്ട്ഡോർ യൂസിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡുള്ള ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു വെയിലിൻ്റെ അടിയിൽ നിന്ന് ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ അന്നേരം പ്രശ്നം വരും. ആ ഒരു സിനാരി വളരെ കുറവായിരിക്കും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയേക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോ കോൺഫറൻസ് ഉള്ള 5 മണിക്കാണ്. അതായത് ഒരു 15 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഐപാഡ് എയർ M1 ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. അതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിക്ക് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് അലുമിനിയം കേസിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതിന്റെ ബാക്കിലായിട്ട് ഇവിടെ ഞെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കും, ഒരു ക്രീക്കിംഗ് സൗണ്ട് കേൾക്കും. അതായത് നമ്മൾ കേസ് ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇവരുടെ ഫോളിയോ കേസ് ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നല്ലോണം അറിയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ബട്ടൺ ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ ബട്ടൺ ക്വാളിറ്റി ഒക്കെ നല്ല തന്നെയാണ്. അതായത് ഇപ്പോഴായാലും ഈ വോളിയം ബ്രോക്കറൊക്കെ നോക്കാൻ നേരത്ത് നല്ലോണം തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പവർ ബട്ടണിനകത്താണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് വരുന്നത്. അതും
അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ്. സ്പീഡ് നോക്കാൻ നേരത്ത് കുറച്ച് സ്ലോ ആണ്, പക്ഷേ എന്നാലും അക്യുറസി നല്ലോണം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് കുഴപ്പം തോന്നിയിട്ടില്ല. അല്ലാതെ പറയാൻ നേരത്ത് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇത്രയും പ്രൈസ് കൂടിയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു പോരായ്മയായിട്ടാണ് തോന്നിയിരുന്നത്. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽ യൂസേജെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല തന്നെയാണ്. പക്ഷേ അവർക്ക് എന്തോ ഒരു കാര്യം കൊണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് പ്രശ്നം വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു യൂണിറ്റ് മാത്രമല്ല കണ്ട, മിക്ക ഫോറത്തിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആപ്പിൾ സ്റ്റോറിലുള്ള യൂണിറ്റ് നോക്കിയപ്പോഴും ചിലതിനകത്തൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് എല്ലാ യൂണിറ്റും വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചില യൂസേഴ്സിനൊന്നും ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് യൂണിറ്റ് ചോദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ക്യാമറയിലേക്ക് ശ്രദ്ധിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കോൺഫറൻസ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് iPad Air M1 ആണെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലേസ്മെന്റ് മോശമാണെങ്കിലും ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ സെന്റർ സ്റ്റേജ് എന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ കോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഫ്രണ്ട് ക്യാമറയുടെ മെഗാ പിക്സൽ കൗണ്ട് എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽസ് ആണ്. അത് നമുക്ക് ബാക്ക് ക്യാമറയും 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. പക്ഷേ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് വെച്ച് നമ്മൾ എന്തെങ്കിലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കുറവുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ് iPad Air എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ, ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാൻ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഒരു 6 കാലമായപ്പോൾ ഒരു വീഡിയോ കോൾ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ ഈ iPad Air ഉപയോഗിച്ചതെന്ന് പറയുന്നത് രാത്രിയാണ്. അതായത് രാത്രി ഞാൻ വീഡിയോ കാണാനും പിന്നെ ചെറുതായിട്ട് ഗെയിം കളിക്കാനും പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ജേർണലിങ്ങിന് വേണ്ടിയും iPad Air M1 ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജേർണലിങ്ങിന് വേണ്ടി ഞാനിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് iPad Air M1 തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് iPadന് 2 വേരിയൻസ് ഉണ്ട്. വൈഫൈ ഉള്ളി വേരിയന്റും ഉണ്ട്, സെല്ലുലർ വേരിയന്റും ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വൈഫൈ വേരിയന്റ് ആണ്. സെല്ലുലർ വേരിയന്റിന് പ്രൈസ് കൂടുതലാണ്. അതും ഞാൻ മിക്കവാറും ഒക്കെ പുറത്തിറങ്ങാൻ നേരത്ത് എന്റെ ഫോണിൽ നിന്ന് വൈഫൈ എന്ന് പറയുന്നത് ടെതർ ചെയ്ത് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. അതിന്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത് വൈഫൈയുടെയും ബ്ലൂടൂത്തിന്റെയും കണക്ടിവിറ്റിക്ക് എനിക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതായത് വൈഫൈ ഡ്രോപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ വൈഫൈ കട്ടായി പോകണോ, ബ്ലൂടൂത്ത് കട്ടാവുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് എനിക്ക് അതിനകത്ത് പ്രശ്നം തോന്നിയിട്ടില്ല. സെല്ലുലർ കണക്ടിവിറ്റിയുടെ കാര്യം പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ആ വേരിയന്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സെല്ലുലർ വേർഷനകത്ത് 5G സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ അത് 5G സപ്പോർട്ടഡ് വേർഷൻ തന്നെയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറയാൻ നേരത്ത് അത് ഈ പ്രോഡക്റ്റിന്റെ വലിയൊരു സ്ട്രോങ് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്റെ ദിവസങ്ങളുടെ ഉപയോഗത്തിനകത്ത് ബാറ്ററി വന്ന് നിൽക്കുന്നത് മിക്കവാറും ഒക്കെ ഒരു 60% അല്ലെങ്കിൽ 70% റേഞ്ചിലാണ്. അതായത് ഒരു 30% തൊട്ട് ഒരു 40% മാത്രമേ ബാറ്ററി യൂസേജ് വരുന്നുള്ളൂ. അത് ഞാൻ എല്ലാ ദിവസവും ചാർജ് ചെയ്യാൻ കുത്തിയിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമുക്ക് ചാർജ് ചെയ്താൽ തന്നെ 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ബാറ്ററി ബാക്കപ്പ് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് വലിയൊരു സ്ട്രോങ് അഡ്വാൻറ്റേജ് ആണ് ഈ പ്രോഡക്റ്റിന്റെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു iPad ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. എന്നിട്ടും ബാറ്ററിക്കകത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അത് ചാർജിങ് എടുക്കാൻ നേരത്തെ തന്നെ USB-C ചാർജിങ്ങാണ് വരുന്നത്. അതിപ്പോൾ iPhone 15 സീരീസ് നിങ്ങളിലുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ഈ iPadനും iPhoneനും ഒരേ ചാർജറിന് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ വാച്ചും ഇതിൽ കൂടി ഇത് ആപ്പിൾ വാച്ചിന്റെ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ USB-C ചാർജിംഗ് പോർട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ വാച്ചും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയാൻ നേരത്ത് ഇതൊക്കെയാണ് ഈ iPad Air M1 ഇപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, May 7th അടുത്ത iPad ലൈനപ്പ് വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പുതിയ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസങ്ങൾ കാണും. അത് നിങ്ങൾക്ക് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 60 Hz മാത്രമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ്, അതായത് പുതിയതായിട്ട് വരാൻ പോകുന്ന iPad Airനകത്ത് 60 Hz തന്നെ ആയിരിക്കും റിഫ്രഷ് റേറ്റ്. പക്ഷേ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുതിയൊരു ചിപ്സെറ്റ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് നല്ലോണം കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 64GB വേരിയന്റ് എന്ന് പറഞ്ഞാൽ എടുക്കരുത്. അതിന് മിനിമം 256GB വേരിയന്റ് എടുക്കണം. അപ്പോൾ അതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയെടുക്കുക. ഒരുപാട് കൂട്ടിയാണ് ഇടുന്നതെങ്കിൽ അപ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാക്ബുക്കിന്റെ പ്രൈസിംഗ് ആയിട്ട് അത് ഓവർലാപ്പായി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ ഈ ഒരു സമയമായിട്ട് പോലും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ iPad Air M1 എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ എന്തായാലും എടുക്കേണ്ടാത്തൊരു പ്രോഡക്റ്റും കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വേരിയന്റ് ഇറങ്ങുമ്പോൾ നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് വരാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ M1 iPad Air എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ. അപ്പോൾ ഇതണക്കത്തെ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേക്കണക്കിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.